ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവേ, വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തിലെ 16-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 75-ാമത്തെ ദിവസം, വലിയ നോയമ്പിലെ 30-ാമത്തെ ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം എന്താണ് പരോപകാരം? എന്താണ് പരോപകാരം? പരോപകാരം എന്ന് പറയുന്നത് മറ്റ് മനുഷ്യർക്ക് കൊടുക്കുന്ന സഹായത്തിനെയാണ് പരോപകാരം എന്ന് പറയുന്നത്. മറ്റൊരുവന് നാം ചെയ്യുന്ന ഉപകാരമാണ് പരോപകാരം. മനുഷ്യന് അനിവാര്യമായ സൽഗുണങ്ങൾ ഒന്നാണിത്. പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്നാണ് ആപ്തവാക്യം തന്നെ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അന്യന് സഹായം ചെയ്യാൻ ലഭിക്കുന്ന അവസരം പുണ്യമായിട്ടാണ് സജ്ജനങ്ങൾ കാണുന്നത്. ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും ഔദാര്യം കാണിക്കുവാനും ഉപകാരമായി വർത്തിക്കുവാനും തയ്യാറായില്ലെങ്കിൽ അയാളെ മനുഷ്യത്വമില്ലാത്ത ഒരാളായി നമുക്ക് ഏവർക്കും കാണേണ്ടി വരും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 17 നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ നന്മ ചെയ്യാൻ കടപ്പെട്ടവനാണെന്ന് ശ്ലീഹ ഇവിടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരോപകാരം ചെയ്യാത്തത് പാപമാണെന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ഉം 23-ന്റെ ആദ്യ ഭാഗത്തിൽ നാം കാണുന്നത് പൗലോസ് ശ്ലീഹ പറയുന്നു: ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നാണ്. പരിശുദ്ധാത്മാവിന്റെ ഫലമായി പൗലോസ് ശ്ലീഹ പരോപകാരത്തെയും കാണുന്നു. പ്രതിഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന സേവനമാണ് പരോപകാരം. ഉപകാരം ചെയ്യുന്നത് പ്രസിദ്ധിക്കോ പരസ്യത്തിനോ ആകാതിരിക്കുന്നതാണ് നല്ലത്. വിശുദ്ധ മത്തായി ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു: വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത്, എങ്കിൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നാണ് ഇതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നത് ഉപകാരമാണ്. ഒരാൾ നമ്മോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോവികാരം എന്താണ്? ഉപദ്രവമായല്ലോ, ഇനിയും എങ്ങനെ ഒഴിഞ്ഞു മാറും, അയാൾ എന്ത് വിചാരിക്കും തുടങ്ങിയ ചിന്താഭാരങ്ങളോടെ ആയിരിക്കും നാം സഹായിക്കാൻ തുനിയുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കുറവും. മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും അത് നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെയോ മറ്റുള്ളവരെ അപമാനിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. കാരണം മറ്റവൻ ആവശ്യക്കാരനായതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ അവൻ വളരെ മൗനത്തോടുകൂടി അത് വാങ്ങിക്കൊണ്ടു പോകും. എന്നാൽ നിന്റെ പ്രശസ്തിയാണ് നീ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്, നിന്റെ വലങ്കൈ ചെയ്യുന്നത് നിന്റെ ഇടങ്കൈ അറിയാതിരുന്നാൽ സ്വർഗസ്വനായ പിതാവ് നിനക്ക് അതിന് ശരിയായ പ്രതിഫലം തരുമെന്നാണ്. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും പരോപകാരം ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ആയിരിക്കുകയില്ല. 2 കൊരിന്ത്യർ 9:7 പൗലോസ് ശ്ലീഹ പറയുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല പരോപകാരം. വിധവയുടെ ചില്ലിക്കാശിനെയാണല്ലോ കർത്താവ് ഏറെ ഇഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ഉപദേശമാണിത്. നാം സുവിശിതമായി കഴിയുമ്പോൾ ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും നിവൃത്തിയില്ലാതെ ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളത് നാം മറക്കരുത്. സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ എവ്സ്താഥ്യോസ് തിരുമേനി പറഞ്ഞത്, ദരിദ്ര ലോകത്തിൽ ധനവാനായിരിക്കുന്നത് പാപമാണെന്നാണ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, പരസ്പരം ഭാരങ്ങൾ ചുമക്കണം. കർത്താവിൻ്റെ ഈ ഉപദേശങ്ങൾ എല്ലാം ഏറെ ശ്രദ്ധേയമാണ്. ഇതിനെല്ലാം പരസ്പരം സഹായികളും താങ്ങും തണലുമായി വർത്തിക്കണമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നാം പരസ്പരം ഉപകാരികളാകുമ്പോഴാണ് ജീവിതം മധുരതരമായി തീരുന്നത്. ഈ ലോകത്തിൽ പരാശ്രയമില്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ആർക്കും ജീവിക്കാൻ ഒക്കുകയില്ല എന്നുള്ള വിവരവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷിമൃഗാദികളും വൃക്ഷതലാദികളും
മണ്ണും വെള്ളവും വായുവും എല്ലാം പരോപകാരികളാണ്. നമുക്ക് ജീവവായുവായ ഓക്സിജൻ തരുന്നത് വൃക്ഷത്തലാദികളാണ്. നാം അവയ്ക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു. ഈ കാണുന്നതെല്ലാം എൻ്റേതാണ് എന്നുള്ള ചിന്ത നാം ഓരോരുത്തരും വിട്ടെങ്കിൽ മാത്രമേ അഹങ്കാരം എന്ന ആ ഒരു അഹന്ത നമ്മിൽ നിന്ന് മാറി നമ്മൾ പരോപകാരി ആകുകയുള്ളൂ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നല്ല ശമരിയാക്കാരന്റെ കഥ നമുക്ക് സുപരിതമാണല്ലോ. യാത്രാമധ്യേ കള്ളന്മാരുടെ ആക്രമണത്തിന് വിധേയനായി മുറിവേറ്റ വഴിയാത്രക്കാരനെ മറികടന്ന് പുരോഹിതനും ലേവ്യനും എല്ലാം കാണാത്ത ഭാവത്തിൽ കടന്നുപോയപ്പോൾ ശമരിയാക്കാരൻ ആ മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞ് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്ത് വലിയമ്പലത്തിൽ കൊണ്ടുപോയി വേണ്ട പരിചരണം ഏർപ്പാട് ചെയ്യുന്നതായി നാം തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ തിരക്കിൽ കാണാതെ ചെയ്യാതെ പോകുന്നവരുടെ പ്രതിനിധികളാണ് പുരോഹിതന്മാരും ലേവ്യനുമൊക്കെ എന്ന് ഈ തിരുവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഇതുപോലെ ആവശ്യം നേരിടുന്ന അന്യനെ കാണുമ്പോൾ ആദരത ഹൃദയത്തോടെ പരോപകാരികളാകാൻ എവിടെയും നമുക്ക് കഴിയട്ടെ എന്ന് നമുക്ക് ഈ വലിയ നോമ്പിൻ്റെ ഈ ദിവസം പ്രാർത്ഥിക്കാം. ഈ വലിയ നോമ്പിൻ്റെ ഈ 30-ാമത്തെ ദിവസം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എനിക്ക് പരോപകാരം ചെയ്യുന്നതിനുള്ള ആ സന്മനസ് നീ പ്രദാനം ചെയ്യണമേ എന്നാണ്. ആ സന്മനസ്സിലൂടെ ദൈവം നമ്മളെ കാണുകയും നമ്മുടെ പാപങ്ങളെ മോചിച്ചു തരികയും ചെയ്യും. ഒരു കാര്യം മാത്രം നാം ഓർത്താൽ മതി, ഇന്ന് വരെ നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനി എനിക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ രക്ഷിതാവിൻ്റെ കാൽക്കൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ഓരോരുത്തരും നമ്മളിൽ തന്നെ ഒരു രൂപാന്തരം വരുത്തുന്നുവെങ്കിൽ ഈ നോമ്പ് നമുക്ക് അനുഗ്രഹപ്രദമാകും. ഈ നോമ്പ് നമുക്ക് അനുഗ്രഹപ്രദമാകണമെന്നുണ്ടെങ്കിൽ പരോപകാരം ചെയ്യുവാനായി നാം ഓരോരുത്തരും സന്നദ്ധരാകണം. ആത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് പരോപകാരം. 9 ആത്മാവിൻ്റെ ഫലം നാം അതിൽ കാണുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയിൽ നാം ആ പരോപകാരം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ സമാധാനമുണ്ടാകും. സ്നേഹവും സന്തോഷവും സമാധാനം ഉള്ള ഒരാൾക്ക് മാത്രമേ ദീർഘക്ഷമയുണ്ടാകുള്ളൂ. ഈ 4 ഗുണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ പരോപകാരം ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പരോപകാരം ചെയ്തു കഴിഞ്ഞാൽ നാം ഈ ലോകത്തിൽ ചെയ്യുന്നതായ പാപങ്ങൾ നമുക്ക് മോചിച്ചു കിട്ടും. ആ പാപിനിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞതുപോലെ ഇനിയും നീ പാപം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അതുവരെ അവൾ എന്ത് ചെയ്തു, അവൾ എത്ര വലിയ മഹാപാപിയാണെന്നുള്ളതൊന്നും കർത്താവ് കണക്കിട്ടില്ല. ഇനി പാപം ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരു പാപമോചനം നമുക്ക് ഏവർക്കും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ തിരുത്തി പരോപകാരിയായി നാം മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് ഈ വലിയ നോമ്പ് ഒരു കാരണമായി തീരട്ടെ. ഈ വലിയ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായി നാം സ്വീകരിച്ചുകൊണ്ട് അതിൽ നാം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നുവെങ്കിൽ, ഇന്നേവരെ ചെയ്തതായ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകളിൽ നിന്നും വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.